മൂവാറ്റുപുഴ നഗരസഭയിലും സമീപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ആയിരക്കണക്കിന് ജനങ്ങൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന മൂവാറ്റുപുഴ പൊതുശ്മശാനം പ്രവർത്തനരഹിതം. പൊതുശ്മശാനം അടിയന്തരമായി തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നഗരസഭ ഓഫീസിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നഗരസഭയിലെയും സമീപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ആയിരക്കണക്കിന് ജനങ്ങൾ ആശ്രയിച്ചുകൊണ്ടിരുന്ന മൂവാറ്റുപുഴ പൊതുശ്മശാനം പ്രവർത്തനരഹിതമായിട്ട് ഒരു മാസം പിന്നിടുകയാണ്. പൊതുശ്മശാനം അടിയന്തരമായി തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നഗരസഭ ഓഫീസിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സമരം ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പി മൂസ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒരു മാസമായി ഈ നഗരസഭയിലെ ആയിരക്കണക്കിന് ജനങ്ങൾ, ഈ നഗരസഭയിലെ മാത്രമല്ല സമീപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വരെ ജനങ്ങൾ ശവസംസ്കാര നടപടികൾക്ക് ആശ്രയിക്കുന്ന മൂവാറ്റുപുഴ നഗരസഭയുടെ പൊതുശ്മശാനം അടഞ്ഞു കിടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ദിനേന ഒരു മാസം നൂറുകണക്കിന് ശവസംസ്കാര നടപടികളാണ് ഈ മൂവാറ്റുപുഴയിലെ പൊതുശ്മശാനത്തിനകത്ത് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി ഈ നഗരസഭയുടെ പൊതുശ്മശാനം അടച്ചുപൂട്ടി ഒരു തരത്തിലുള്ള ഉത്തരവാദിത്ത ബോധവുമില്ലാതെ ഈ നഗരസഭ അധികൃതർ പെരുമാറുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മാസം പിന്നിട്ട ഈ വേളയിൽ ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു സമരവുമായി ഈ നഗരസഭയുടെ കേന്ദ്രത്തിലേക്ക് വന്നിട്ടുള്ളത്. ഈ നഗരസഭയുടെ അധികൃതർ വ്യക്തമാക്കേണ്ടത് ഈ ഭരണകൂടത്തിന്റെ, ഈ ഭരണ സംവിധാനത്തിന്റെ അടിസ്ഥാനപരമായ പ്രയോറിറ്റി എന്താണ്, ഈ മൂവാറ്റുപുഴ നഗരസഭയുടെ പ്രയോറിറ്റി എന്താണ് എന്ന് വ്യക്തമാക്കാൻ ഈ മൂവാറ്റുപുഴയിലെ ഭരണസമിതിയും ഈ നഗരസഭാ ചെയർമാനും തയ്യാറാകണം. ഓരോ ഭരണ സംവിധാനത്തിലും അതാത് പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയോറിറ്റി ഉണ്ട് ഒരു ഭരണ സംവിധാനത്തിന്. ആ പ്രയോറിറ്റിയുടെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് പാർപ്പിടമാകാം, ശൗചാലയങ്ങളാകാം, ഗതാഗത സംവിധാനങ്ങളാകാം, കുടിവെള്ള സംവിധാനങ്ങളാകാം. അങ്ങനെ ഓരോ ഭരണ സംവിധാനത്തിനും പ്രയോറിറ്റികൾ ഓരോ ഭരണ സംവിധാനത്തിനകത്തുണ്ട്. എന്നാൽ ആയിരക്കണക്കിന് ജനങ്ങൾ ആശ്രയിച്ചുകൊണ്ടിരുന്ന ഈ നഗരസഭയുടെ ഈ പറയുന്ന ക്രമറ്റീരിയം സംവിധാനത്തെ തകർത്തു തരിപ്പണമാക്കുന്ന സമീപനമാണ് UDF നേതൃത്വം നൽകുന്ന ഈ നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് റിയാസ് ഖാൻ MA, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അനീഷ് KK, ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം വിജയ് K ബേബി എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൽദോസ് ജോയി, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ സോനു K ബേബി, അഭിജിത്ത്, സജീവ്, ശ്രീജിത്ത് MB, അഖിൽ പ്രകാശ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി.